ശ്രദ്ധിക്കണം, കടത്തിക്കൂട്ടിയിട്ടുണ്ടാകാം. ഉദാഹരണം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്തിന് കിതാബ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇത് കളവ, ഇത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്തു. ഒന്ന്, ഔലിയാക്കന്മാരെ പേരിൽ പ്രചരിപ്പിക്കുന്ന ചില കിതാബുകൾ ഓരോ നിശ്ചയം കടത്തിക്കൂട്ടിയിട്ടുണ്ടാവാം. ഒന്ന് ഓരോ നിശ്ചയം കടത്തിക്കൂട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് ബിദ്അത്തുകാർ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവാം. വെട്ടിക്കളയുക എന്ന പരിപാടിയിൽ വെട്ടിക്കളയുക, കിതാബിൽ നിന്ന് വെട്ടിക്കളയുക എന്നത് കിതാബിനെ വികൃതമാക്കുക എന്നത് മുബ്തദിഈകളുടെ രീതിയാണ്. അതിന്മേലെ വഹാബികളാണ്. ഇത് റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല, ഇത് റഹ്മത്തുള്ള വെറുതെ പറയല്ല, ഇത് റഹ്മത്തുള്ള വെറുതെ പറയല്ല. കിതാബിനെ വെട്ടുക എന്നൊരു കിതാബിനെ വികൃതമാക്കുക. അപ്പൊ എന്താ അതിന്റെ ആശ്രയം എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കണം, വിശുദ്ധ ഖുർആന് വെട്ടിയല്ലോ, വിശുദ്ധ ഖുർആന്റെ തഫ്സീർ വെട്ടിക്കളഞ്ഞ സ്ഥലല്ലേ ഇത് സാവിയാൻ. സൂറത്ത് ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്ത് നിങ്ങൾ ചിന്തിക്കണം. പരിശോധിക്കാവുന്നതാണ്. ഇപ്പൊ വന്ന് പരിശോധിക്കാം, നാളെ വരാം, ഇന്ത്യത്ത് വരാം. ഞങ്ങൾ ഉസ്താദായ ബഹുമാനപ്പെട്ട വാപ്പുസ്താനത്ത് ആരുടെ പോവാല്ല, സത്യം പോലെ കാര്യമാണ്. ഔലിയാക്കന്മാരെ കിതാബുകളിൽ വഹാബികൾ പലതും കടത്തിക്കൂട്ടുകയും വെട്ടിക്കളയുകയും ചെയ്യുന്ന കാര്യത്തിൽ വഹാബികൾ മികവുറ്റവരാ. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട് ഞാൻ പറയാം, സൂറത്തുൽ ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട സാവി തങ്ങളെ തഫ്സീർ സാവിയ, പഴയ സാവി കണ്ടില്ലേ, അലകും പടിയൊക്കെ വേർപെട്ട് പിന്നെ ഒരു കഷ്ണം വെച്ചൊപ്പിച്ച പഴയ സാവിയ. ഞാനത് വായിക്കാം. 8-ാമത്തെ ആയത്ത് പറഞ്ഞടുത്ത് പറയുന്നുണ്ട്, പിന്നീട് വരുന്ന ഖവാരിജീങ്ങളും ഇസ്ലാമിൽ വന്ന ബിദ്അത്തിന്റെ കക്ഷിയായ ഖവാരിജിനെ കൂടി ഉദ്ദേശിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന, അവർ കിതാബ് സുന്നത്തിനെ മാറ്റിമറിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചു ഞാൻ എന്നതുപോലെ അങ്ങനെ അവരെന്ത് ചെയ്യും, വയസ്തഹില്ലു ബിദിമാഇൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ രക്തത്തിനെ അവർ ഹലാലാക്കാൻ വേണ്ടി ഖുർആനും ഹദീസും ഒക്കെ മാറ്റിമറിക്കും. പിന്നെയോ വാമ്പാലഹും, അവർ ദിമായിൽ മുസ്ലിമീനെ വാമ്പാലിയും ഇപ്പോൾ അത് ഖവാരിജികളിൽ മാത്രമല്ല കാണപ്പെടുന്നുണ്ട്. ഖവാരിജികളെ പോലെയുള്ള വിഭാഗങ്ങളിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഹിജാസിൽ ഒരു സംഘം പുറത്തു വന്നിട്ടുണ്ടല്ലോ, യുഖാലു ലഹുമുൽ വഹാബിയൂന, വഹാബികൾ എന്നാണ് അവരെ പറയപ്പെടുക. അവരും അള്ളാന്റെ കിതാബുകൾ മാറ്റിമറിക്കണവരാണ്. അഥവാ കിതാബിന്റെ അർത്ഥങ്ങളെ തെറ്റിച്ചു വെച്ച ആളുകളെ ബുദ്ധിമുട്ടാക്കും. അവരെന്തോ വലിയ കാര്യത്തിന്റെ മേലാണെന്ന് അവർ വിചാരിക്കുന്നു. അവർ കള്ളന്മാരാണ്. പിശാച് അവരെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ പറ്റി പിശാച് അള്ളാഹിനെ പറ്റിയുള്ള ദിക്റിനെ അവർക്ക് മറപ്പിച്ചു കളഞ്ഞു. ഉലൈക, ഈ വഹാബികൾ ഹിസ്ബുൽ ശൈത്താനി, പിശാചിന്റെ പാർട്ടിയാണ്. എന്റെ പേരിൽ ആരും കേസ് കൊടുക്കണ്ട, ഇത് വായിക്കാണ്. ഇന്റെ പേര് കേസ് കൊടുക്കണ്ട. ഉലൈക ഹിസ്ബുല്ലാഹ്, അലൈക ഹിസ്ബുൽ ശൈത്താനി, ഉലൈക ഹിസ്ബുൽ ശൈത്താനി, അവർ പിശാചിന്റെ പാർട്ടിയാണ്. അലൈക ഹിസ്ബുൽ ശൈത്താനി ഹുമുൽ ഖാസിറൂന, പിശാചിന്റെ പാർട്ടി നഷ്ടപ്പെടാനുള്ളതാണ്. വഹാബികൾ ഇറങ്ങിയ കാലത്താണ് സാവി എഴുതിയിട്ടുള്ളത്. അന്ന് സാവി എഴുതിയതാണ് ഇത് സൂറത്ത് ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം. അന്ന് ഖവാരിജികൾ ചെയ്ത പണിയാണ് ഇന്ന് വഹാബികൾ ചെയ്യുന്നത്. ശരി, ഇനി കണ്ടോളൂ, ഇത് പുതിയ സാവിയാണ്. ഇത് സഊദ്, ഇത് സലഫിയാക്കളുടെ ഒത്താശയോടുകൂടെ സലഫിയാക്കളിൽ നിന്ന് അച്ചടിക്കുന്ന സാവിയാണ്. ഈ സാവി നിങ്ങൾ നോക്കൂ, ഈ സാവി ഞാൻ വായിക്കാം. هذه الآية نزلت بالخوارج الذين يحرفون تأويل الكتاب والسنة ويستهلون بذلك دماء المسلمين وأموالهم استحوذ عليهم الشيطان. അതിന്റെ ഇടയിൽ വഹാബികളെ പരാമർശിക്കുന്ന ഏകദേശം 2 വരിയാണ് വെട്ടിയിട്ടുണ്ട്. പറ്റുണ്ട് ഒഴിവാക്കി. ഇപ്പോഴത്തെ പുതിയ സാവിയിൽ അതില്ല, പഴയ സാവിയിൽ. ആര് വെട്ടി? വഹാബികളെ വെച്ച് കുറ്റേജ് ഞാൻ വിട്ടു. ഞാൻ വഹാബിയാണ്, സമസ്ത വിട്ടു. ആര് വെട്ടി?
വഹാബികളെ പറ്റി സാവി ഇമാം എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം സാവി തങ്ങൾ എഴുതിയത് ആര് കണ്ടേ? പൈസ കൊടുത്തിട്ട് വഹാബികൾ പഠിച്ചു. സമാജല്ല, കുറ്റല്ല, ദേശല്ല, സത്യാണ്. അങ്ങനെ ഔലിയാക്കന്മാരെ കറാമത്ത് തഹരീഫ് ചെയ്താൻ വേണ്ടി ഔലിയാക്കന്മാരെ അവയവം നീണ്ടു, അത് നീണ്ടാൻ എനിക്ക് നഷ്ടമാണ്. നോണെ പറഞ്ഞോട്ട് പാറ്റ ഇത് തഹരീഫ് എന്ത് തഹരീഫ് ചെയ്തു? മാറ്റി മറിച്ച് ഒക്കെ മാറ്റിയില്ലേ? എന്താ മാറ്റാത്തത്? പരിഭാഷ വരെ മാറ്റിയില്ലേ? പരിഭാഷ മാറ്റിയിട്ടില്ലേ? കിതാബ് മലയാളം മാറ്റിയിട്ടില്ലേ? ഇത് കെ ഉമർ മൗലവി എന്ന ഇന്നത്തെ ചില ആളുകളുടെ പ്രധാന ഗുരുനാഥനായ കെ ഉമർ മൗലവി വെളിയങ്കോട് ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണ്. സൂറത്ത് തൗബയുടെ 108 ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നത് കേൾക്കൂ. പരിഭാഷ വരെ തയ്യാറി ചെയ്തിട്ടില്ലേ? പരിഭാഷ വരെ മാറ്റിയിട്ടില്ലേ? പിന്നെന്തോ നിങ്ങൾ ചിന്തിക്കണം. വഹാബികളൊക്കെ പരിഭാഷ ഉമർ മൗലവി പറയുകയാണ്, ആ പള്ളികളിൽ അങ്ങേക്ക് നിൽക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട പള്ളി ഒരു പള്ളിയാണ്. ആ പള്ളിയിലുണ്ട് റിജാലുൻ, ചില പുരുഷന്മാർ. നിങ്ങൾ പറയുന്ന തിരുരങ്ങാടി പ്രസിൽ നിന്ന് അച്ചടിക്കുന്ന അറബി മലയാളം കളിയാക്കി പറഞ്ഞ അറബിമാരുണ്ട്. ആ അറബി മലയാളത്തിൽ അച്ചടിച്ച ഉമർ മൗലവി എന്ന അറബി മൗലവി മലയാള ഉപാസകനായ സാക്ഷാൽ വെളിയങ്കോട് ഉമർ മൗലവിയുടെ പരിഭാഷയിലെ റിജാലു എന്നതിന് പുരുഷന്മാർ. എന്നാൽ ഇപ്പൊ കേൾക്കുന്നുണ്ട് ആളുകളെ വസ്തുവാസാക്കാൻ വേണ്ടി വെറുതെ കൊടുത്തേക്കുന്ന ഒരു പരിഭാഷ. ചെറിയ മുന്നം അബ്ദുൽ ഹമീദ് മൗലവി, അബ്ദുൽ ഹമീദ് മദനി എന്ന ആളുടെ പരിഭാഷ ഗൾഫിൽ സൗദി എന്ന ആളുകളെ വസ്തുവാസാക്കാൻ വേണ്ടിയിട്ട് വെറുതെ കിട്ടും. ഈ വസ്തുവാസാക്കുന്ന സാധനമൊക്കെ മിക്കവാറും വെറുതെ കിട്ടും. ഈ വസ്തുവാസാക്കാൻ കൊടുക്കുന്ന പരിഭാഷ ഇതേ. റിജാൽ എന്നതിൽ ഉമർ മൗലവി കൊടുത്ത പരിഭാഷ പുരുഷന്മാർ. ഇനി അതേ മലയാളം തന്നെ മാറ്റി മറിക്കുന്നവരെ അറബിയിൽ എന്തൊക്കെ ചെയ്യും? ഔലിയാക്കന്മാരെ കിതാബ് ബടക്കാക്കിക്കണമെങ്കിൽ ഉത്തരവാദിത്വം തുഞ്ഞൽക്കല്ല. ഉത്തരവാദിത്തം ഇവിടെ വേറുള്ളവർക്ക് ആ ഉത്തരവാദിത്തം അവരെ പുറത്തല്ല, അവരെ പേരടിയിലും കെട്ടേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ കെട്ടിയിരിക്കും. പുറത്ത് വെച്ചിട്ടല്ല, പേരടിയിൽ കിട്ടും. അള്ളാന്റെ അടുത്ത് വരുമ്പോ ഇവിടെ കിട്ടും. ഇവിടെ കെട്ടി വരും. അള്ളാന്റെ അടുത്ത് വരുമ്പോ പുറത്ത് പാളയാക്കല്ല, കഴുത്തിൽ പാണ്ടാക്കി കൊണ്ടുവരും. പുറത്ത് പാളയാക്കുള്ള കറാമത്തായി എണ്ണുകൾ ചില ആളുകള്. പുറത്ത് പാളയാക്കല്ല, കഴുത്തിൽ പാണ്ടാക്കി കെട്ടിക്കൊണ്ടുവരും. അള്ളാന്റെ ആരിഫ്യങ്ങളെ കിതാബ് മാറ്റി മറിച്ചിട്ടില്ലേ? മറിച്ചിലെ പരിഭാഷ മാറ്റി മറിച്ചില്ലേ? ഇതാ പരിഭാഷ. ചെറിയ മുണ്ടത്തിനാൽ സൗദിയിലെ അറബികളെ മൂക്കയറിട്ടിട്ട് വെറുതെ ആക്കിയിട്ട് അവരെ കയ്യിൽ അവരെ തോപ്പിട്ടിട്ട് ഇറക്കുന്ന നുണ പരിഭാഷ. ദിൽപാലത്ത് നുണയാൻ 10 നുണയാണല്ല, കുറച്ച് നുണയായാലും 1000 ഗ്ലാസ് പാലാണെങ്കിലും ഒരു ലേശം മൂത്രം വീണാൽ അത് നാശം തന്നെയാണ്. മൊത്തം നുണയാൻ പറഞ്ഞാൽ എനിക്ക് വാദല്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ ഞാൻ പങ്കുണ്ടാവുന്നില്ല, ഞങ്ങൾ അവസ്ഥയിലൊന്നുമില്ല. പക്ഷെ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? ഏത് ശരി ഏത് തെറ്റെന്ന് എങ്ങനെ മനസ്സിലാക്കും? പിന്നെ ഒരു പരിഭാഷ ശരിയാക്കണമെങ്കിൽ 100 പരിഭാഷ വേറെ സാധാരണക്കാർക്ക് എന്നാ മറ്റേ പരിഭാഷ എടുത്തു. ഈ പരിഭാഷ കണ്ടോളൂ, നോക്കിക്കോളൂ. ഇതേ ആയത്തിന്റെ പരിഭാഷ 108 പരിഭാഷ. നീ ഒരു നബിയെ ബ്രാക്കറ്റിൽ നീ ഒരിക്കലും അതിൽ നമസ്കാരത്തിൽ നിൽക്കരുത്. ആദ്യ ദിവസം മുതൽ തന്നെ ഭക്തിയിന്മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ് നീ നിന്ന് നമസ്കരിക്കുവാൻ ഏറ്റവും അർഹതയുള്ളത്. ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്, പുരുഷന്മാർ എന്ന് സാക്ഷാൽ നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് കാരണക്കാരനായ സാക്ഷാൽ വെളിയങ്കോട് ഉമർ മൗലവി പറഞ്ഞു. പുരുഷന്മാർ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇതേ പരിഭാഷയിൽ റിജാൽ എന്ന വാക്കിനും മലയാളം മാറ്റി, പരിഭാഷ മാറ്റിയ വ്യാഖ്യാനല്ല പരിഭാഷ മാറ്റി. റിജാക്കന്മാരുടെ കിതാബുകളിൽ കാണുന്നത് ഒന്നിരിക്കല്ലാതെ മുതാല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കിതാബുകളാവാം, അല്ലെങ്കിൽ ആഭാസകരമായി അതിൽ കാണുന്നത് ഓറിയന്റലിസ്റ്റുകളോ കടത്തിക്കൂട്ടിയതാകാം, അല്ലെങ്കിൽ വഹാബിയത്ത് ചെയ്തതാകാം, ഔലിയാക്കളെയും കറാമത്തിനെയും ആക്ഷേപിക്കുന്നവർ ചെയ്ത് കടത്തിക്കൂട്ടിയവയാകാം. സത്യമാണെന്ന് അംഗീകരിക്കാൻ യാതൊരു ന്യായവും ഇല്ല. ഔലിയാക്കന്മാർ അല്ലാഹുവിന്റെ ഹൈഫിന്റെ മർത്തബയിലാണ്. അവർ സ്വാലിഹീങ്ങളാണ്, അവർ മുത്തഖീങ്ങളാണ്.